എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യലായിട്ടുള്ളൊരു നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കാരമൽ ഫ്ലേവർ വരുന്നൊരു നല്ലൊരു പാൽ പായസമാണ്. നമ്മൾ പല രീതിയിലുള്ള പാൽ പായസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. തേങ്ങാപ്പാലും ശർക്കരയും ഒന്നും വേണ്ട, പഞ്ചസാരയും പാലും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാരമൽ ടേസ്റ്റോട് കൂടിയിട്ടുള്ള പായസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് അരിയാണ് എടുക്കുന്നത്. അരി എന്ന് പറയുമ്പോൾ പച്ചരിയാണ് വേണ്ടത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഉണക്കലരിയാണ്. ഇത് പായസം വെക്കുന്ന അരിയാണ്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം പച്ചരി അല്ലാന്നുണ്ടെങ്കിൽ ജീരകശാല അരി എടുത്താലും മതി. അപ്പോൾ ആദ്യം തന്നെ ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. 2-3 വെള്ളത്തിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴുകിയിട്ട് നമുക്കിത് പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. പ്രഷർ കുക്കർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചാലും മതി. പ്രഷർ കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് നമ്മളൊരു 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലൊന്ന് വേവിച്ച് എടുക്കണം. ഒരുപാട് വെന്ത് പോകരുത്, എന്നാൽ അധികം വേവാതെ ഇരിക്കരുത്. അപ്പോൾ ഞാനീ പറഞ്ഞ രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ 1 വിസിലടിച്ചാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പ്രഷറൊക്കെ പോയി നമ്മളിപ്പം അടപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞിട്ടുമില്ല, ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി എടുക്കാം. അപ്പോൾ ഇത്രയാണ് അരി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാര ഒരു ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ചിട്ടൊന്നും തൊടരുത്. ചെറുതായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്, കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരുപാട് കരിച്ചെടുക്കരുത്, കരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം കിട്ടും പായസത്തിന്. ഇനി ഇതിലേക്ക് നമ്മൾ 4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതായത് വെള്ളം ചേർക്കാത്ത പാലാണ്. അപ്പം നല്ല പാടെയുള്ള കട്ടിയുള്ള പാലാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പം 4 കപ്പാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 4 കപ്പ് പാലെന്നുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാരമലൊക്കെ ഒന്ന് കട്ടിയാകും. അപ്പോൾ അത് പാലൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അലിഞ്ഞു വരും. ഇതിലേക്ക് ബാക്കിയുള്ള മധുരവും കൂടെ നിങ്ങൾക്ക് ചേർക്കാം. നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്, അത് മതിയാവില്ല. അപ്പോൾ ബാക്കിയുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി കാരമലിൽ കിടന്ന ഈ അരിയും എല്ലാം നന്നായിട്ട് കുറുകി വരണം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് തിളച്ച് കുറുക്കിയെടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ചെറിയൊരു സ്പൂണ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷായിട്ട് ഏലക്ക ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസും ഒക്കെ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞ് കുറുകി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പായസമൊക്കെ നന്നായിട്ട് കുറുകി നല്ല അതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പായസം ബോളിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബോളിയുടെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുക്കിങ്ങിൻ്റെ. അപ്പോൾ നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുക. അത് നമ്മൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ വിഷുവിന് എന്തായാലും ഈ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്